സിനിമാ സംവിധായകൻ ഷംസു സൈബയ്ക്കെതിരെയാണ് പരാതി ഉണ്ടായിരിക്കുന്നത്. നിർമ്മാതാക്കൾ നൽകിയ സാമ്പത്തിക തട്ടിപ്പിൽ ഷംസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിനിമയുടെ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചെന്നും പരാതിയുണ്ട്. അഭിലാഷം സിനിമയുടെ സംവിധായകനാണ് ഷംസു സൈബ. തൃപ്പൂണിത്തുറ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഷൂട്ടിംഗ് സമയത്ത് നിർമ്മാതാവുമായി തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ പകപോക്കലാണ് അറസ്റ്റെന്ന് സംവിധായകൻ ആരോപിച്ചു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ അടുത്തിടെ ഈ സിനിമയിലെ സംവിധായകരും അതോടൊപ്പം നിർമ്മാതാക്കളും തമ്മിലുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, അത് കേസിലേക്കും അറസ്റ്റിലേക്കൊക്കെ നീങ്ങുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഈ ഷംസു സൈബയ്ക്കെതിരായിട്ടുള്ള പരാതി. ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണോ പരാതി ഉയർന്നത്? ഷംസു ആരോപിക്കുന്നത് പോലെ ഈ ഷൂട്ടിംഗ് സമയത്തെ തർക്കം, അതിൻ്റെ പകപോക്കലാണോ ഈ പരാതിക്കും അറസ്റ്റിനുമൊക്കെ പിന്നിൽ? ടോം, ഇതിലെ വാദപ്രതിവാദങ്ങൾ ഉയരുന്നു. ഒരാൾ പറയുന്നു അത് ഷൂട്ടിംഗ് സമയത്ത് തർക്കമുണ്ടായതിൻ്റെ പകപോക്കലാണെന്ന് പറയുന്നു. പക്ഷേ നിർമ്മാതാവ് പറയുന്നു അങ്ങനെയല്ല, ഹാർഡ് ഡിസ്ക് അടക്കം മോഷ്ടിച്ചു, അതോടൊപ്പം നിർമ്മാണ ചെലവ് വർദ്ധിപ്പിച്ചു. ഇതെല്ലാമാണ് നിർമ്മാതാവായ അൻസരിക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതും പരാതി നൽകിയിരിക്കുന്നു. തൃപ്പൂണിത്തുറ പോലീസാണ് ഷംസുദ്ദീൻ എന്ന സംവിധായകനെ ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പരാതിയിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ അഭിലാഷം സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇത് 3 കോടിയിൽ താഴെയാണ് ഇതിൻ്റെ ഒരു തുക ചിലവാകുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനുമപ്പുറം വീണ്ടും പറഞ്ഞ കരാറിൽ പറഞ്ഞിരുന്നതിനും 1 കോടിയിലധികം രൂപയാണ് ചെലവ് വേണ്ടി വന്നത്. വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സമയത്ത് സിനിമയുടെ ജോലികൾ ഇതൊന്നും പൂർത്തീകരിച്ചിരുന്നില്ല. ആ രീതിയിൽ തന്നെ നഷ്ടം വർദ്ധിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഭാഗത്തെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള പാളിച്ചകളുണ്ടായി. അങ്ങനെ ഈ നിർമ്മാതാക്കൾക്ക് കനത്ത നഷ്ടമാണ് വരുത്തിവെക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണ് ഈ സിനിമയുടെ ഭൂരിഭാഗവുമുള്ള ഹാർഡ് ഡിസ്കുകൾ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹാർഡ് ഡിസ്കുകൾ മോഷ്ടിച്ചു എന്നതാണ് പരാതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കുറ്റമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂണിത്തുറ പോലീസ് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും ചെയ്യുന്നു. എന്നാൽ നിർമ്മാതാവ് പറയുന്നത് ഈ നിർമ്മാണ സമയത്ത് തന്നെ പല രീതിയിലുള്ള ഈ പരാതികളും തനിക്കെതിരെ അടക്കം ഉയർന്നിരുന്നു. തൻ്റെ ഈ യൂണിറ്റിലെ തന്നെ 6 പേർക്കെതിരെയാണ് ഇവർ ആ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അന്ന് തന്നെ ഫെഫ്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പരാതികൾ സമർപ്പിച്ചിരുന്നു. ഫെഫ്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി തങ്ങളും നൽകിയിരുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ഏതായാലും ഇതിൽ ആരുടെ ഭാഗമാണ് ശരിയെന്നത് പോലീസ് കൂടി നടത്തേണ്ടതുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ, സാമ്പത്തിക തർക്കങ്ങൾ സിനിമയിൽ ഉണ്ടായാൽ സ്വാഭാവികമായും അത് സിനിമാ സംഘടനകൾക്കാണ് പരാതി നൽകുന്നത്. ഇവിടെയും അങ്ങനെ ഉണ്ടായി. സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇരു കൂട്ടരെയും വിളിച്ചിരുത്തി ഒരു സമവായ ചർച്ചകളും ഒത്തുതീർപ്പും ഒക്കെ ഉണ്ടാകാറുള്ളതാണ്. ഈ സിനിമയിൽ എന്തുകൊണ്ടാണ് അത്തരമൊരു നടപടിയിലേക്ക് പോകാതിരുന്നത്? അതായത് സിനിമാ സംഘടനകൾ ഇടപെടാതിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണോ? സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടാത്തതുകൊണ്ടാണോ ഈ നിർമ്മാതാക്കൾ പോലീസിനെ സമീപിച്ചത്, പരാതിയുമായി പോലീസിന് മുൻപാകെ പോയത്? ആ രീതിയിൽ തന്നെയാണ്. കാരണം നിർമ്മാതാക്കളുടെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടും മറ്റു നടപടികളിലേക്ക് നീങ്ങുന്നില്ല. ഇതിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ തർക്കം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഇത് ക്രമസമാധാനം പ്രശ്നങ്ങൾ കൈകാര്യം പോലീസിലേക്കടക്കം ഈ പരാതി നൽകുകയും ചെയ്യുന്നത്. കാരണം ഇത് വലിയ രീതിയിൽ തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നു. തങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടും ഒരാൾ ബോധപൂർവം ആ നഷ്ടം വരുത്തി തീർത്തതാണ്. അങ്ങനെ സംഭവിച്ചിട്ട് പോലും അതിൽ സിനിമാ രംഗത്തുള്ളവർ തങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് കണ്ടതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകാൻ ഇവർ തയ്യാറായതും അതിനുശേഷം ഇപ്പോൾ ഈ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.